ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സ്ത്രീകളെ സംബന്ധിച്ച് സ്വന്തം ശരീരത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നതും ആസ്വദിക്കുന്നതും ലൈംഗികതയിൽ കൂടിയാണ്. ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ചെയ്യുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പലപ്പോഴും സംതൃപ്തി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് അതിൻ്റേതായിട്ടുള്ള ശാരീരിക മാനസിക കാരണങ്ങളുണ്ട്, പിന്നെ ചില സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ആഴ്ചയിൽ മിനിമം 2 പ്രാവശ്യമെങ്കിലും രതിമൂർച്ച വരുന്നത് കൊണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് വൈകാരികപരമായിട്ട് പൂർണ്ണ സംതൃപ്തി അനുഭവിക്കാൻ പറ്റും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ. കാരണം ശരീരം മുഴുവനൊന്ന് വലിഞ്ഞു മുറുകിയിട്ട് പിന്നയ്യുന്ന അവസ്ഥയാണല്ലോ. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു റിലാക്സേഷനുണ്ട്. ഇത് ഉപബോധ മനസ്സിന് ഒരു പ്രത്യേക ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പൊതുവേ കുറയും. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് സ്വന്തം ശരീരത്തിനോടൊരു പ്രത്യേക വാല്യൂ തോന്നുന്നു. ഇപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും ഒരു മനുഷ്യൻ്റെ സന്തോഷത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു പ്രക്രിയ നടക്കണമെങ്കിൽ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സാന്നിധ്യം വേണം. ചിലരെ സംബന്ധിച്ച് പുറമേ വളരെ ഹാപ്പി ആയിരിക്കും, ചിരിച്ച് എല്ലാവരോടും വളരെ സന്തോഷമായിട്ടൊക്കെ സംസാരിക്കും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനല്ല, എന്തോ ഒരു അസംതൃപ്തിയുണ്ട്, ഒരു അസ്വസ്ഥതയുണ്ട്. എന്നാൽ ചിലർ വലിയ സന്തോഷമൊന്നും പ്രകടിപ്പിക്കത്തില്ലെങ്കിലും ഉള്ളിൽ വളരെ ശാന്തമാണ്, ഹാപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സമയത്ത് പുറപ്പെടുവിക്കുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനമാണ്. എൻഡോർഫിനും ഓക്സിറ്റോസിനും ഒക്കെ ഈ സമയത്ത് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ അറിയാതെ ചില ഹോർമോണുകളുടെ ഒരു വലിയ പ്രവർത്തനം തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ വൈകാരികപരമായിട്ടുള്ള ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള ഹോർമോണുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ശരീരത്ത് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഇതാണ്. പക്ഷേ അത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ ആഴ്ചയിലൊരു 2 പ്രാവശ്യമെങ്കിലും ശരിയായ രീതിയിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാൻ ഒരു പ്രത്യേക ആത്മവിശ്വാസമായിരിക്കും. എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടും, പുതിയ പുതിയ കൂട്ടുകാരെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിരാശ അത്ര പെട്ടെന്നൊന്നും ബാധിക്കത്തില്ല. കാര്യങ്ങളെ കുറച്ചൊക്കെ ഈസി ആയിട്ട് കാണാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ വേദനയുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഉത്തമ പരിഹാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻഡോർഫിൻ പോലുള്ള ഹോർമോണുകളാണ് അതിന് കാരണം. അതുപോലെ ലൈംഗികത പൊതുവെ കുറവുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ വേദനകൾ വന്നാൽ അത് മാറാൻ കുറേ സമയമെടുക്കും. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു മരുന്നാണെന്ന് വേണേൽ പറയാം ഈ രതിമൂർച്ച. പതിവായിട്ട് ചെയ്യുന്നവർക്ക് പ്രഷറൊക്കെ വളരെ നോർമലായിരിക്കും. അതുപോലെ കാർഡിയോ വാസ്കുലർ രോഗങ്ങൾ വരാനുള്ള ടെൻഡൻസി തീരെ കുറവായിരിക്കും. ആക്ച്വലി നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് വലിഞ്ഞു മുറുകി പിന്നൊന്ന് അയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ റിലാക്സേഷൻ അനുഭവിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിനും ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള സുഖങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് സന്തോഷമായിട്ട് ഇടപെടാൻ തോന്നത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊരു ശീലമാക്കിയാൽ നമുക്ക് പല പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ പറ്റും, പല നിരാശകളെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഇതുവഴി. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് പങ്കാളി കൂടിയേ തീരൂ എന്ന നിർബന്ധമൊന്നുമില്ല. ഏതൊരു സ്ത്രീക്കാണെങ്കിലും സ്വയം ചെയ്ത് ഇത് നല്ല രീതിയിൽ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ പങ്കാളി ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു കാര്യത്തിനകത്ത് പലർക്കും പൂർണ്ണമായ ഒരു സംതൃപ്തി കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളൊരു സ്വയം ചെയ്തിട്ടാണെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ഫങ്ഷൻസാണ് ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ് ഈ ഒരു കാര്യം. ഈ സമയത്ത് മറ്റ് പല ചിന്തകളൊന്നുമില്ല, മനസ്സ് ശൂന്യതയിൽ പോകുന്ന വളരെ റെയറായിട്ടുള്ള സമയങ്ങളിലൊന്നാണിത്. അതുകൊണ്ട് ഈ ഓർമ്മ, ഉന്മേഷം തുടങ്ങിയ ബ്രെയിൻ ഫങ്ഷൻസൊക്കെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായത്. കാരണം ഇത് പതിവായിട്ട് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഒട്ടും പ്രായം തോന്നത്തില്ല. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും ഓക്സിജൻ ലെവൽ കൂട്ടാനും ഏറ്റവും നല്ലൊരു മെത്തേഡാണിത്. അതുപോലെ തന്നെ നമ്മളിത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരീരവും മനസ്സും പൂർണ്ണമായിട്ടും ഇതിനോട് യോജിച്ച് പ്രവർത്തിക്കണം. ആദ്യം വളരെ പതുക്കെ തുടങ്ങിയിട്ട് പിന്നീട് സ്പീഡ് കൂടി വരുന്ന രീതിയുണ്ടല്ലോ, അതാ ഏറ്റവും നല്ലത്. അവസാനത്തെ ഘട്ടത്തിൽ സ്പീഡ് നന്നായിട്ടില്ലാത്തത് കൊണ്ട് ഇങ്ങനൊരു അനുഭവം വരാത്തവരുണ്ട്. നമ്മൾ ടി വിക്കകത്ത് ചാനൽ മാറ്റുമ്പോൾ പ്രോഗ്രാം ഇങ്ങനെ മാറി മാറി വരുമല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിലും ഇതുപോലെ ചാനലുണ്ട്.
ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാനൽ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കണമെങ്കിൽ അതിന് ബ്രെയിൻ സിസ്റ്റത്തിന് കുറച്ച് സമയം വേണം. ആ ട്യൂണിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുടക്കത്തിൽ പറയണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഫാൻറ്റസി കാണണമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തെ മുഴുവൻ ഉത്തേജിപ്പിക്കുന്ന പ്രകൃതിയാലുള്ള ഒരു കാര്യമാണിത്. ഞാനീ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഇതേന്നും പറഞ്ഞിരിക്കണമെന്നല്ല, പക്ഷേ ഒരാഴ്ചയിൽ മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും വേണം. ആരോഗ്യമുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഒരു അവകാശമാണ് ഈ ഒരു കാര്യം. എന്നാൽ കുറേ പേര് ഇത് അനുഭവിക്കാത്തവരുണ്ട്, ഇതെന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തവരുണ്ട്. ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള മടി കൊണ്ട്, ഇതിൻ്റെ രസത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അത്ര കോൺഷ്യസ് അല്ലാത്തതുകൊണ്ടൊക്കെ തന്നെ ഇത് ഒഴിവാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും ഉത്തേജിപ്പിക്കുന്ന ഒരു നാച്ചുറൽ മെത്തേഡാണിത്. അതുപോലെ തന്നെ ഏത് രീതി ചെയ്തിട്ടാണ് നമുക്കിത് വരുന്നത്, അതും വളരെ പ്രധാനമാണ്. അതിന് കാരണമാകുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ കാരണമാകുന്ന രീതിയോട് ഒരു പ്രത്യേക അടുപ്പം തോന്നാറുണ്ട്. ഇനി എന്ത് തന്നെയാണെങ്കിലും ഒരു സ്ത്രീയുടെ ശരീരവും മനസ്സും അതനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. നമ്മൾ ചില സ്ത്രീകളെ നോക്കി അറിയാം, അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്ത ചില വേദനകൾ. തുറന്നു പറഞ്ഞാൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കുറവാണ് അതിന് കാരണം. എന്നാൽ സ്ത്രീകളിൽ രതിമൂർച്ച സമയത്ത് ധാരാളമായിട്ട് ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാപ്പി ഹോർമോണായ ഓക്സിറ്റോസിൻ ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പല ഹോർമോണുകളും ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഈ ഓക്സിറ്റോസിനാണ് പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ സ്ട്രോങ് ആക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഒരു രീതി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നും നമ്മൾ ആസ്വദിക്കാതെ, കൂടുതൽ സമയം ഇതിനു വേണ്ടി എടുക്കാതെ, ഒരു ചടങ്ങിന് വേണ്ടി അധിക സമയമൊന്നും എടുക്കാതെ ചെയ്യുന്ന രീതിയാണ്. എന്നാൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് സമയമെടുത്ത് ആസ്വദിച്ച് ചെയ്യുന്ന രീതിയാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തേജന കേന്ദ്രമായിട്ട് ഇതിനെ കാണുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് ചെയ്തു കൊടുക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ആരുമില്ല, അങ്ങനെയുള്ള പരാതികളൊന്നുമില്ല. എന്ന് വെച്ചാൽ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഒരു പരിധിക്കപ്പുറം ഇതിനകത്ത് മറ്റൊരാളെ ആശ്രയിക്കത്തില്ല. ഇനി ഏത് രീതി നമ്മൾ തിരഞ്ഞെടുത്താലും, ഇപ്പോൾ പങ്കാളിയായിട്ട് ചെയ്യുന്നതാണെങ്കിലും സ്വയം ചെയ്യുന്നതാണെങ്കിലും, അത് നമുക്ക് പൂർണ്ണമായും റിലാക്സേഷൻ തരുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ആ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കിട്ടത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.